അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2ാം ക്ലാസ്സിൻ്റെ അഖ്ലാഖ് എന്ന വിഷയത്തിൽ കഴിഞ്ഞ വാർഷിക പരീക്ഷയ്ക്ക് വന്ന അഥവാ കൊല്ലപരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം. യോജിച്ചവ ചേർക്കാം. അപ്പോൾ താഴെ 5ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഓരോന്നിനോടും യോജിച്ചത് ആ ഓരോ കള്ളികളിൽ നിന്നും എടുത്തെഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം വായിച്ചു നോക്കാം. കളവ് പറയൽ മുഅ്മിനുകൾക്ക്. അപ്പോൾ അവിടെ ഏതാണ് വരിക? സ്നേഹിക്കണം എന്നുള്ളതാണോ, ബിസ്മി ചൊല്ലി വേണം എന്നുള്ളതാണോ, അല്ലെങ്കിൽ യോജിച്ചതല്ല എന്നുള്ളതാണോ, സലാം പറയൽ എന്നുള്ളതാണോ, അല്ലെങ്കിൽ ഒരു ഗുണമാണ് എന്നുള്ളതാണോ? അപ്പോൾ ഒന്നാമത്തത് കളവ് പറയൽ മുഅ്മിനുകൾക്ക് യോജിച്ചതല്ല. അപ്പോൾ ആ മൂന്നാമത്തെ ഭാഗത്ത് നിന്നും യോജിച്ചതല്ല എന്നുള്ളത് എടുത്തിട്ട് അവിടെ ഒന്നാമത്തതിന് നേരെ എഴുതി കൊടുക്കുക. രണ്ടാമത്തെ ചോദ്യം സത്യം പറയൽ മഹത്തായ. അപ്പോൾ അവിടെ എഴുതാനുള്ളത് ഒരു ഗുണമാണ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു ഗുണമാണ് എന്നുള്ളത് എടുത്തെഴുതി കൊടുക്കുക. മൂന്നാമത്തെ ചോദ്യം എല്ലാ നല്ല കാര്യങ്ങളും തുടങ്ങാൻ ബിസ്മി ചൊല്ലി വേണം. അപ്പോൾ അവിടെ ബിസ്മി ചൊല്ലി വേണം എന്നുള്ളത് എടുത്തെഴുതി കൊടുക്കുക. ഒന്നുകൂടെ നോക്കാം. മൂന്നാമത്തത് എല്ലാ നല്ല കാര്യങ്ങളും തുടങ്ങാൻ ബിസ്മി ചൊല്ലി വേണം. ഇനി നാലാമത്തെ ചോദ്യമാണ് നാം മറ്റൊരാൾക്ക് കൊടുക്കുന്ന നല്ല സമ്മാനമാണ് എന്ത്? സലാം പറയൽ. അപ്പോൾ സലാം പറയൽ എന്നുള്ളത് എടുത്തെഴുതി കൊടുക്കുക. അഞ്ചാമത്തത് നാം തിരുനബിയെ നന്നായി സ്നേഹിക്കണം. അപ്പോൾ അവിടെ സ്നേഹിക്കണം എന്നുള്ളതാണ് എഴുതി കൊടുക്കാനുള്ളത്. ഇനി രണ്ടാമത്തെ ഭാഗമാണ് നോക്കാനുള്ളത്. ശരിക്ക് ശരി നൽകാം. താഴെ 5ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. 2 ഉത്തരങ്ങളും നൽകിയിട്ടുണ്ട്. അപ്പം ശരിയായ ഉത്തരത്തിൻ്റെ കള്ളിയിൽ മാത്രം എന്ത് കൊടുക്കുക? ശരി ടിക്ക് ചെയ്യുക, ശരി അടയാളപ്പെടുത്തുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് തുടങ്ങിയാൽ, അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് തുടങ്ങിയാൽ കൂട്ടുകാർ അകന്നു പോകും, പിശാജ് അകന്നു പോകും. അപ്പോൾ എന്താണ് ശരി? വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും. പിശാജാണ് അകന്നു പോവുക. അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് തുടങ്ങിയാൽ പിശാജ് അകന്നു പോകും. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. രണ്ടാമത്തത് നടന്നു വരുന്നയാൾ സലാം പറയണം. കിടക്കുന്നയാളോട് ഇരിക്കുന്നയാളോട്. അപ്പോൾ ഏതാണ് ശരി? ഇരിക്കുന്നയാളോട് എന്നുള്ളതാണ്. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി മൂന്നാമത്തെ ചോദ്യം തിരുനബിയോട് ഇഷ്ടം കാണിക്കുന്നവരെ എല്ലാവരും ബഹുമാനിക്കും, എല്ലാവരും നന്ദി പറയുന്നു. അപ്പോൾ ഏതാണ് ശരി? എല്ലാവരും ബഹുമാനിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. നാലാമത്തെ ചോദ്യം അടുത്ത വീട്ടിൽ താമസിക്കുന്നവരെ നാം വിളിക്കുന്നത് കുടുംബക്കാർ, അയൽവാസികൾ. അപ്പം നമ്മുടെ വീടിൻ്റെ ഒക്കെ അടുത്ത വീട്ടിലുള്ളവരെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? അയൽവാസികൾ എന്നാണ്. അപ്പം അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. അഞ്ചാമത്തെ ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്നവർ നബിയുടെ പേരിൽ ധാരാളം ദിക്ർ ചൊല്ലും, സ്വലാത്ത് ചൊല്ലും. അപ്പോൾ ഏതാണ് ശരി? സ്വലാത്ത് ചൊല്ലും എന്നുള്ളതാണ്. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. മൂന്നാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ 4ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനും ശരിയായിട്ടുള്ള ഉത്തരം എഴുതുക. ഒന്നാമത്തെ ചോദ്യം അസ്സലാമു അലൈക്കും എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം അള്ളാഹുവിൻ്റെ സമാധാനം നിങ്ങൾക്കുണ്ടാവട്ടെ. രണ്ടാമത്തെ ചോദ്യം കളവ് പറയൽ ആരുടെ അടയാളമാണ്? ഉത്തരം അത് കപടവിശ്വാസിയുടെ അടയാളമാണ്. മൂന്നാമത്തെ ചോദ്യം ഉമ്മ പറയുന്നതെല്ലാം നാം അനുസരിച്ചാൽ നാം പ്രവേശിക്കും എവിടെ? ഉത്തരം സ്വർഗത്തിൽ. നാലാമത്തെ ചോദ്യം ഇമാം നവവി റളിയല്ലാഹു അൻഹു പേര് എന്താണ്? ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേരെന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? യഹിയ ഇബ്നു ഷറഫ്. ഇനി നാലാമത്തെ ഭാഗമാണ് പൂർത്തിയാക്കാം. അപ്പോൾ താഴെ 5ഓളം ചോദ്യങ്ങൾ പൂർത്തിയാക്കാതെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? പൂരിപ്പിച്ചിട്ട് എഴുതണം. അപ്പോൾ ഒന്നാമത്തേത് നോക്കാം. മാതാപിതാക്കളുടെ വാക്കുകൾ നാം
ഡേഷ്. അപ്പോൾ അവിടെ എന്താണ്? അനുസരിക്കണം എന്നാണ് എഴുതി കൊടുക്കാനുള്ളത്. അപ്പോൾ അത് മുഴുവനായി വായിക്കുമ്പോൾ എങ്ങനെ വരും? മാതാപിതാക്കളുടെ വാക്കുകൾ നാം അനുസരിക്കണം. ഇനി അടുത്തത് രണ്ടാമത്തതാണ്, ചെറിയവരെ സ്നേഹിക്കണം, മുതിർന്നവരെ അനുസരിക്കണം, എങ്കിൽ നാം ഡേഷ്. അവിടെ എന്താണ് എഴുതി കൊടുക്കാനുള്ളത്? നല്ല കുട്ടികളായി. മൂന്നാമത്തത്, അധ്യാപകർ ഏത് മതത്തിൽപ്പെട്ടവരായാലും നാം അവരെ ബഹുമാനിക്കണം. അപ്പോൾ അവിടെ ബഹുമാനിക്കണം എന്നുള്ളതാണ് എഴുതി കൊടുക്കാനുള്ളത്. ഇനി നാലാമത്തത്, നമ്മുടെ മതം പഠിപ്പിക്കുന്നവർ ശരിക്കും സ്വർഗത്തിലേക്കുള്ള നമ്മുടെ ഡേഷ്. അപ്പോൾ അവിടെ എഴുതാനുള്ളത് വഴികാട്ടികളാണ്. നമ്മുടെ മതം പഠിപ്പിക്കുന്നവർ ശരിക്കും സ്വർഗത്തിലേക്കുള്ള നമ്മുടെ വഴികാട്ടികളാണ്. ഇനി അവസാനത്തെ ചോദ്യമാണ്, കുടുംബ ബന്ധം പാലിക്കുന്നവരെ അള്ളാഹുവിന് വളരെ ഡേഷ്. അപ്പോൾ അവിടെ എഴുതാനുള്ളത് എന്താണ്? ഇഷ്ടമാണ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഇഷ്ടമാണ് എന്ന് എഴുതി കൊടുക്കുക. ഇനി അഞ്ചാമത്തെ ഭാഗം പൂരിപ്പിക്കാം എന്നുള്ളതാണ്. ഒന്നാമത്തത്, ബിസ്മി കൊണ്ട് തുടങ്ങാത്ത ഏത് നല്ല കാര്യവും ഡേഷ് ആകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഗുണം കുറഞ്ഞത് എന്നുള്ളതാണ് എഴുതാനുള്ളത്. ബിസ്മി കൊണ്ട് തുടങ്ങാത്ത ഏത് നല്ല കാര്യവും ഗുണം കുറഞ്ഞതാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഒരു കാര്യം ഡേഷ് പറയലാണ് സത്യം. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് സത്യം എന്ന് പറയൽ എന്താണെന്ന് അല്ലേ. അപ്പൊ അതാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. ഒരു കാര്യം ഉള്ളതുപോലെ പറയലാണ് സത്യം. അപ്പൊ അവിടെ ഉള്ളതുപോലെ എന്നുള്ളതാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. ഇനി മൂന്നാമത്തെ ചോദ്യമാണ്, അയൽവാസി പട്ടിണി ഡേഷ് വയറ് നിറച്ചു ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽ പെട്ടവനല്ല. അപ്പൊ അവിടെ പൂരിപ്പിച്ച് എഴുതാനുള്ളത് ഏതാണ്? കിടക്കുമ്പോൾ എന്നുള്ളതാണ്. അപ്പോൾ കൂട്ടി വായിക്കുമ്പോൾ, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചു ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽ പെട്ടവനല്ല. ഇനി നാലാമത്തെ ചോദ്യമാണ് ഏറ്റവും അവസാനത്തെ ചോദ്യം, കുടുംബ ബന്ധം പുലർത്തുന്നത് ഡേഷ് വർദ്ധിക്കാനും റിസ്ക് വിശാലമാകാനും കാരണമാകുന്നു. അപ്പോൾ അത് പൂരിപ്പിക്കാനുള്ളത് എന്താണ്? അവിടെ ആയുസ് എന്നുള്ളതാണ്. അപ്പോൾ അത് കൂട്ടി വായിക്കുമ്പോൾ, കുടുംബ ബന്ധം പുലർത്തുന്നത് ആയുസ് വർദ്ധിക്കാനും റിസ്ക് വിശാലമാകാനും കാരണമാകുന്നു എന്ന് വരും. അപ്പോൾ ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.